Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പക്ക ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. വെജിറ്റേറിയൻ ഡിഷായിട്ട് പറയാൻ ഒക്കത്തില്ല, അതും ഒരു സ്റ്റാർട്ടറാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു എബ്രോഡ് ഒരു സ്റ്റാർട്ടറാണ് ചെയ്യാൻ പോകുന്നത്. എബ്രോഡുകാർ കൂടുതലും സ്റ്റാർട്ടേഴ്സ് ചെയ്യുന്നത് ഏറ്റവും എളുപ്പ വഴിയിൽ അവർ എന്നാ ചെയ്യാൻ നോക്കുക അതാ ചെയ്യുന്നത്. പക്ഷേ എന്നാന്ന് വെച്ചാൽ അവരൊരു ഇച്ചിരി ഫാറ്റ് കണ്ടന്റ് അവർക്ക് ഇച്ചിരി കൂടുതലാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അവരുടെ. എനിക്ക് സത്യം പറഞ്ഞാൽ എബ്രോഡുള്ള ശരിക്കും ഒരു മഷ്റൂം ആയാലും പനീർ ആയാലും ടോഫു ആയാലും ഈവൻ നോൺ വെജ് ആയാൽ പോലും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ വേവണം എന്നേ ഉള്ളൂ. ഇപ്പം എല്ലാവരും പറയല്ലേ എബ്രോഡ് പോയിട്ട് ഉള്ളിൻ്റെ ഉള്ളിലൊരു വേവില്ലാത്ത പോലെ ആ പിങ്കിഷ് നിറം എന്നാ പറയുന്നത് ഇറച്ചിക്കായാലും മീനിനായാലും ഒക്കെ ഉണ്ടാവുമെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ഒക്കുകയല്ല. സെയിം സാധനം ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ലതായിട്ട് വേവിച്ചൊക്കെ കഴിക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന സാധനം എനിക്ക് തന്നെ തിന്നാൻ ഒരു ഇച്ചിരി പ്രയാസം കേട്ടോ. അതെല്ലാം എനിക്കെന്നല്ല, എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെ തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ പരിസരം പോലും നോക്കുമല്ല, എനിക്ക് അത്രയായിട്ട് ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. പിന്നെ ഈ പറഞ്ഞ കൂട്ട് ആഹാരത്തിന് മുമ്പ് എനിക്ക് വലിയ ഫസ്സുള്ള കൂട്ടത്തിലൊന്നുമല്ല. രുചിയുള്ള ഒരു ഭക്ഷണം എന്നതാന്നേലും ഞാൻ കഴിക്കും. അത് ഈ പറഞ്ഞ കൂട്ട് നല്ലൊരു ടേസ്റ്റുള്ള ചമ്മന്തി ആയാൽ പോലും സന്തോഷത്തോടെ കഴിക്കാൻ ഇഷ്ടമാണ്. അത് പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കണമെന്ന് വെച്ചാൽ അതെന്നാന്നറിയോ, എനിക്കറിയാൻ മേല. എനിക്ക് തോന്നുന്നു എല്ലാ പെണ്ണുങ്ങൾക്കും ഈ പറഞ്ഞ പോലെ എല്ലാ ജോലിയും ചെയ്തു വന്ന് ക്ഷീണിച്ചേച്ച് പിന്നെ അങ്ങോട്ട് കഴിക്കാനിരിക്കുമ്പോൾ എന്നതേലും ഒന്ന് കഴിച്ചേച്ച് വേർക്കണോ, ഒന്ന് കിടന്നാൽ മതി എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ആ ഒരു സൈക്കോ കൊണ്ടായിരിക്കാം അങ്ങനെ കഴിക്കാതെ. പക്ഷേ നമ്മളൊന്ന് നല്ല റെസ്റ്റൊക്കെ രാവിലെ എണീറ്റ് വലിയ പണിയൊന്നും ചെയ്യാതെ ആരെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ് തിന്നാൻ. പിന്നെ ഈ പറഞ്ഞ കൂട്ട് നമ്മൾ വീട്ടമ്മമാർ ഇതെല്ലാം ശീലിക്കുക, വീട്ടുജോലികളും അടുക്കള ജോലിയും എല്ലാം ചെയ്തേച്ച് എല്ലാവർക്കും സന്തോഷമായിട്ട് വിളമ്പി കൊടുത്ത് ഒരു ഇച്ചിരി ആന്നേലും ഉണ്ണുന്നേലും ഒരു സന്തോഷമുണ്ട്. നമ്മൾ ആരായാലും അങ്ങനെ ഒരു കസാരയെ മാറിയിരുന്ന് ആരെങ്കിലും ഉണ്ടാക്കി തരട്ടെ എന്ന് പറഞ്ഞൊന്നും ആരും ഇരിക്കുകയില്ല. മിക്ക വീട്ടമ്മമാരും ജോലി ചെയ്യാറുണ്ട്. പൊതുവേ ഞാൻ പറഞ്ഞതാ. അതുകൊണ്ട് എബ്രോഡുള്ള സ്റ്റാർട്ടേഴ്സൊക്കെ എനിക്ക് പൊതുവേ ഇഷ്ടമുള്ളതാണ്. ഇത് കംപ്ലീറ്റ്ലി നോൺ വെജിറ്റേറിയൻ അല്ല, വെജിറ്റേറിയൻ ആണ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് റോസ്റ്റഡ് മഷ്റൂം ഇൻ കാരമലൈസ്ഡ് ബട്ടറാണ്. വേറെ ഒരു കാര്യങ്ങളും അതിനകത്തില്ല. കാര്യം എളുപ്പമുള്ള കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് ഒരു പാർട്ടി വരിക എന്ന് വെച്ചോ അല്ലെങ്കിൽ ഒരു ഡിന്നർ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കരുതുവാണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നുമില്ല, പക്ഷേ ഇച്ചിരി സാധനം വേണം താനും. ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി അല്ലെന്നുണ്ടെങ്കിൽ കുരുമുളക് ക്രഷ് ചെയ്തത്, പിന്നെ ഒരു ഇച്ചിരി ബട്ടർ, ഇത് കുറച്ച് മഷ്റൂംസ് ആണ്. ഈ മഷ്റൂം ഇതല്ലെന്നുണ്ടെങ്കിൽ ടിൻ മഷ്റൂംസ് മേടിക്കണം. ടിൻ മഷ്റൂം മേടിക്കുന്നതാണ് ഏറ്റവും രുചി. പിന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ എടുത്തു. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇച്ചിരി തൈമ്, കുറച്ച് നാരങ്ങാനീര്. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടിയത്. ഫസ്റ്റ് എന്നാ വേണ്ടി വെച്ചാൽ വെജിറ്റബിൾ ഓയിൽ, ഉപ്പ്, കുരുമുളക് പൊടി അല്ലെങ്കിൽ ചതച്ചത്, ബട്ടർ വേണം, മഷ്റൂം വേണം, തൈം വേണം, വെളുത്തുള്ളി വേണം, നാരങ്ങാനീര് വേണം. ഇത്രയും സാധനം ഇതിന് വേണ്ടുള്ളൂ. ഇത് പെട്ടെന്നാവുന്ന ഒരു ഡിഷാണ്. ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് പാൻ ചൂടാക്കി വെച്ച് അതിനകത്തോട്ട് നമ്മൾ എണ്ണ ഒഴിക്കണം, വെജിറ്റബിൾ ഓയിൽ ഒഴിക്കണം. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിനകത്ത് ഈ മഷ്റൂം, ഉപ്പ്, കുരുമുളകും ഒരു ഇച്ചിരി നാരങ്ങാനീരും കൂടെ ചേർത്തേച്ച് ഒന്ന് വേവിച്ച് അതിനെ ഒന്ന് ടോസ് ചെയ്തെടുക്കണം. ടോസ് എടുക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഒന്ന് നല്ല ഡീപ് ഫ്രൈ അല്ല ഉദ്ദേശിക്കുന്നത്, ഒന്ന് മൊരിഞ്ഞു വരികയല്ലേ അത്രയും മാത്രം ചെയ്തേച്ചാൽ മതി. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ടോസ് ചെയ്യാന്നൊക്കെ പറയുന്നത് ശരിക്കും ഈ വലിയ ഷെഫൊക്കെ ചെയ്യുന്ന കൂട്ട് ഇങ്ങനെ പാനെ വെച്ച് ഇങ്ങനെ മറിച്ചിടണം. നമ്മളെ കൊണ്ട് അതൊക്കെയല്ല. അതുകൊണ്ട് നമുക്ക് കൈവച്ച് നോക്കുകയല്ല, കൈ പൊള്ളും. തവി വെച്ചേച്ച് ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് മുരിച്ചെടുത്തേച്ചാൽ മതി. ഫസ്റ്റ് ചെയ്യേണ്ടത് അതാ. അപ്പോൾ ആദ്യം നമുക്ക് എന്നാ ചെയ്യാം, കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിക്കാവേ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതെന്നാന്നറിയാവോ, അതിൻ്റെ ആ
എണ്ണ വരുന്ന വക്കാണെങ്കിൽ ഒരു ഇച്ചിരി ചെറുത് അന്നേരം ഒരു ഇച്ചിരി നേരെ അങ്ങ് ഒഴിച്ചാലേ ഒക്കത്തുള്ളൂ. ഇതെല്ലാവരും എന്നോട് പറയും ഇച്ചിരി ഒഴിക്കാന്ന് പറഞ്ഞു വെച്ചാൽ അങ്ങ് കുപ്പി എടുത്ത് വെച്ച് കറക്കുവാന്ന്. പക്ഷെ അതിൻ്റെ ആ വക്കിനകത്ത് നിന്ന് ഒരു ഇച്ചിരിയേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒരു ഇച്ചിരി നേരെ ഇങ്ങനെ കറക്കുന്നത്. ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ മഷ്റൂം ഇടുവാണേ. ഈ മഷ്റൂം മേടിക്കുവാണെങ്കിൽ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇതിനൊരു ഇച്ചിരി വേവുണ്ട്. അതുകൊണ്ട് എന്നാ ചെയ്യണം, ചിലപ്പോൾ പാനയിൽ കിടന്ന് അത് വേവുകയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്ന് അതിനെ എന്താ പറയുക, ഒന്ന് ടോസ് ചെയ്തെടുത്തതിന് ശേഷം അതിനെ കുക്കറിനകത്തൊട്ടിട്ട് ഒന്നുകൂടെ വേവിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കുക്കറിലിടുക. ഇതല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് ഈ മഷ്റൂം ഉപ്പും കുരുമുളകും ഒരു ഇച്ചിരി നാരങ്ങാനീരും കൂടെ ഒഴിച്ച് കുക്കറിൽ ഒന്ന് വേവിച്ചതിന് ശേഷം ഇതിനകത്തോട്ട് ഇട്ടേച്ചാൽ മതി. ഇപ്പം ഞാൻ നേരെ തിരിച്ചാ ചെയ്യാൻ പോകുന്നത്. ഇതിനെ ഒന്ന് ടോസ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചിട്ട് ഞാൻ വേവിക്കാം. ചിലർക്കാണെങ്കിൽ മഷ്റൂം ഒരുപാട് വെന്ത് പോകുന്ന ഇഷ്ടമല്ല. ഇങ്ങനത്തെ മഷ്റൂം ആണെങ്കിലുണ്ടല്ലോ കുറച്ചൊരു റബ്ബറി ഫീലിംഗ് വരും. മറ്റേ ടിൻ മഷ്റൂം ആണെങ്കിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. അതിന് കുറച്ചുകൂടെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. നമുക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ അതിനകത്ത് വരും. പക്ഷേ ഇതിനകത്ത് അതല്ല വരുന്നത്. ഇത് നമുക്ക് ഫ്രഷ് മഷ്റൂം അല്ലേ. അപ്പോൾ കഴിയുന്നത് ഫ്രഷാണ്. ഹെൽത്തിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലത്. ക്യാൻഡ് ഒരിക്കലും മേടിക്കരുതെന്നാണ് പറയുന്നത്. പക്ഷെ രുചി വെച്ച് പറയുവാന്നേൽ അതാട്ടോ ഏറ്റവും നല്ലത്. ടിൻഡ് മഷ്റൂമിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിന് ഒരു ഇച്ചിരി വേവ് കൂടുതലാണ്. മറ്റത് അത്രയും വേവില്ല. നമുക്ക് അടച്ചിട്ട് വേവിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ മഷ്റൂമിൻ്റെ വേവ് എപ്പോഴും നമ്മൾ തീരുമാനിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ചിലർക്കൊന്നും ഒത്തിരി വേവൊന്നും ഇഷ്ടമല്ല. അതിനൊക്കെ എന്നാ വേവായിരിക്കുന്നതെന്ന് ചോദിക്കുവേ. ചിലർക്കാണെങ്കിൽ നല്ലോണം വേവണം, ചിലർക്ക് നല്ലോണം വേവണ്ട. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എനിക്കെല്ലാം വെന്തൊക്കെ കഴിക്കുന്ന ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി നേരം ടോസ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്ത് അടച്ചിട്ട് നല്ലതായിട്ട് വേവിച്ചെടുക്കാവേ. ഈ വേവുന്ന സമയത്ത് തന്നെ അതിനകത്ത് ഒരു ഇച്ചിരി ഉപ്പിടണം. ഉപ്പ് ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇടുന്നതിനെക്കാട്ടിലും നല്ലത് ഈ പറഞ്ഞ പോലെ കുരുമുളക് തല്ലിയതിടുന്നത് ഏറ്റവും നല്ലത്. അന്നേരം ഒരു ഇച്ചിരി കുരുമുളക് അടിക്കാൻ കിട്ടുവേ, അതാ കുറച്ചുകൂടെ ടേസ്റ്റ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി നാരങ്ങാനീര്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ ഇതിനകത്ത് കുറച്ച് വേവുണ്ട്. അപ്പം എന്നാ ചെയ്യണം, നമ്മുടെ മഷ്റൂം കുറച്ച് വേവ് നല്ല കേട്ടോ. ഈ ഫ്രഷ് മഷ്റൂമിന് ഒരു ഇച്ചിരി വേവുണ്ട്, കുറച്ചായിട്ട് കൂട്ടണ്ട. അത് നമ്മുടെ ആ ഒരു എന്നാ പറയുക, ഒരു പകുതിയൊക്കെ വെന്ത് കഴിയുമ്പോൾ അതിനെ ഒന്ന് നെക്കി നോക്കണം എന്തോരം ഇനി നമുക്ക് ആവശ്യമുണ്ട് വേവെന്ന്. അത് കണക്കാക്കി വേവിച്ചെടുത്താൽ മതി. പിന്നെ ഇതിനകത്ത് വരുന്ന വെള്ളം മുഴുവൻ പറ്റിപ്പോണം, ഒട്ടും വെള്ളം പാടില്ല. ഫുൾ പറ്റിയതിന് ശേഷം വേണം അതിനെ ഒന്ന് ടോസ് ചെയ്തെടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഞാൻ പറയുന്ന പോലെ ആ ടേസ്റ്റ് അതിനകത്ത് വരികയില്ല. ഞാൻ ഇപ്പം ആ മഷ്റൂം എന്നാ പറയുക പാനയിൽ നിന്ന് എടുത്തിട്ടേ ഇല്ല. നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് തീ ഓഫ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി ഞാൻ എടുക്കാൻ പോവാണേ. ഇത്രയും ടോസ് ചെയ്താൽ മതി. അത് ശരിക്കും പറഞ്ഞാൽ വെന്ത് വരുമ്പോൾ തന്നെ അതാ മൊരിഞ്ഞു വരുവേ. ഇനി അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ ആ സെയിം പാനിലേക്ക് നമ്മൾ ഒരു ഇച്ചിരി ബട്ടർ, ഒരു കറക്റ്റ് 1 ടീസ്പൂൺ നിറച്ചുള്ള ഒരു ബട്ടർ, എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിം കൊടുത്തേച്ച് ആ ബട്ടർ ഒന്ന് കാരമലൈസ്ഡ് ആവണം. ഒരു ഇച്ചിരി അതൊന്ന് മൊരിഞ്ഞു വരണം. അതിൻ്റെ നിറം ഒന്ന് മാറണം, അതാ കണക്ക്. ഭയങ്കര എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ്, പക്ഷെ ഭയങ്കര നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. ഇത് ഉണ്ടാക്കുവാണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് മഷ്റൂം ഒരിച്ചിരി കൂടുതൽ കരുതിക്കോണം. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതാ. അപ്പൊ ആ ബട്ടറിന്റെ ഒരു മണം മാറിയേ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒത്തിരി ബട്ടർ അങ്ങ് കരിഞ്ഞു പോകാനും പാടില്ല. അതിൻ്റെ ആ ഒരു മൂത്ത മണം വരും. ആ സമയത്ത് ഒരിച്ചിരി വെളുത്തുള്ളി, ഒരിച്ചിരി തൈമും കൂടെ ഇടുക. ഇത് ഫ്രഷ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിനകത്തോട്ട് ആ വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ
ഈ മഷ്റൂം ഇതിനകത്തോട്ടിട്ടു. ഇനി ഇതിനകത്ത് അഥവാ കുരുമുളക് വേണം എന്നുണ്ടെങ്കിൽ, എന്തായാലും വേണം, ഇനി ഇടുന്ന കുരുമുളക് കുറച്ച് ചതച്ച കുരുമുളക് ഇടാവുള്ളേ. ഇനി ഇതിനകത്ത് കിടന്ന് ഒന്ന് മൊരിഞ്ഞു വന്നാൽ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഫ്രഷ് തൈമ കിട്ടുന്നതെങ്കിൽ അത് ഇടുമ്പോൾ ഒരു പച്ച കളർ വരും. അതല്ല നമ്മുടെ കയ്യിൽ ഫ്രഷ് ഇല്ല, ഡ്രൈ ആ ഉള്ളതെന്ന് വെച്ചാൽ നേരെ നമ്മുടെ ഫ്രിഡ്ജിനകത്തോട്ട് പോവുക, കുറച്ച് മല്ലിയില എടുക്കുക, എന്നിട്ട് ഒരു പച്ച കളർ വരുത്തിയാൽ മതി. എന്നിട്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് മുരിഞ്ഞ് ആ ബട്ടർ ഈ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മഷ്റൂമേൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതിനോട്ട് വേറെ ഒരു പണിയില്ല. ഇതങ്ങോട്ട് സെർവ് ചെയ്യാൻ എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ചീസ് ഉണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് ഗ്രേറ്റ് ചെയ്തിടാം. നത്തിങ് മോർ ദാൻ ദാറ്റ്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ജസ്റ്റ് ഇനി ആ ബട്ടറിലൊന്ന് ആ ബട്ടറിന്റെ ഫ്ലേവറും കൂടെ നമ്മുടെ മഷ്റൂമെ പിടിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇത് നമുക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് ഈ സെയിം സാധനം പ്രൊസീഡ് ചെയ്തിട്ട് വൈറ്റ് സോസിനകത്തോട്ട് ഇത് മിക്സ് ചെയ്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആവും. അതിൻ്റെ കൂടെ കുറച്ച് ഈ പറഞ്ഞൂടെ പാസ്ത ഇടുകയോ അല്ലെങ്കിൽ സ്പെഗറ്റിയോ ഏത് വേണമെങ്കിലും ഇതിനൂടെ മിക്സ് ചെയ്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാ. ഇറ്റ് ക്യാൻ ഗോ ആസ് എ ഡിന്നർ, അതും നല്ലതാണ്. ഇത് ജസ്റ്റ് ഓൺലി ഒരു സ്റ്റാർട്ടറേ ഉള്ളൂ. അതിനകത്ത് ആ സ്പൈസിനെസ് എന്ന് പറയുന്നത് കുരുമുളക് മാത്രമേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഒരു കാര്യം മാത്രമേ പെൻഡിങ് ഉള്ളൂ, ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് പ്രസന്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മുടെ മഷ്റൂം ഇവിടെ റെഡിയാണ്. അതായത് ഈ മഷ്റൂം നമ്മൾ മേടിക്കുമ്പോൾ, ഫ്രഷ് മഷ്റൂം മേടിക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഇത്രോ മഷ്റൂം മേടിക്കുമ്പോൾ അത് വെന്ത് വരുമ്പോൾ നമുക്കൊരു ഇച്ചിരിയേ കിട്ടത്തുള്ളൂ. നമ്മളൊരു ബൗള് നിറച്ച് ഒത്തിരി വെച്ചതാണ്, പക്ഷെ അത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് കണ്ടില്ലേ അതൊരു ഇച്ചിരി ആവത്തുള്ളൂ. അപ്പം നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് ഇത്രയൊന്നും അവരുടെ മുമ്പ് കൊണ്ട് വെച്ചാലൊന്നും ഒക്കുകയില്ല. അതുകൊണ്ട് മേടിക്കുമ്പോൾ ഒരു ഇച്ചിരി കൂടുതൽ മേടിച്ചേച്ച് വേണം ഉണ്ടാക്കാനായിട്ട്. ഇത് ശരിക്കും ഒരു സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടർ എന്ന രീതിയിൽ തന്നെ വേണം ഇത് പോവാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും എന്നാ പറയുക, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് കുറച്ച് കുരുമുളകാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എരിവ് എന്ന് പറയുന്നത്. വെജിറ്റേറിയൻ സമയത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുക, നമ്മൾ ഇറച്ചി ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വെജിറ്റേറിയൻ ടൈമിൽ ഏറ്റവും കൂടുതൽ മീറ്റിന് തുല്യമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഏകൊരു എന്താ പറയുക വെജിറ്റബിൾ എന്ന് പറയുന്ന മഷ്റൂം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മഷ്റൂം ഇടയ്ക്ക് കഴിക്കുമ്പോൾ നമുക്ക് എന്നാ പറയുക മീറ്റ് കഴിച്ചതിൻ്റെ ഒരു എഫക്റ്റ് ഒക്കെ വരാം. മീറ്റിന് പകരം മഷ്റൂം ഇട്ടാൽ ഈക്വൽ ടേസ്റ്റ് തന്നെ അതിന് വരുവേ. അതുകൊണ്ട് മഷ്റൂമിന് അങ്ങനെയും ഗുണമുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ആനീസ് കിച്ചണിൽ ഇന്ന് എന്നാ പറ്റി മൊത്തം വെജിറ്റേറിയൻ ആവാനെന്ന് പറഞ്ഞാൽ, ഇത് ഞാനും ഒരു ആളും കൂടെ ഇന്ന് കംപ്ലീറ്റ്ലി എന്താ പറയുക ഒരു കോംപ്രമൈസിന് പോയി, ഒരു സാക്രിഫൈസിന് പോയി എല്ലാം കൂടെ ചെയ്തേക്കും. എന്നാന്ന് വെച്ചാൽ, നമ്മുടെ ആനീസ് കിച്ചണിനകത്ത് ഇന്ന് വരുന്ന ഗസ്റ്റ് ഒരാൾ പ്യോർ വെജിറ്റേറിയൻ ആണ്, ഒരാൾ പ്യോർ നോൺ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ 2 പേര് വരുമ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്ക് മാത്രമേ സാക്രിഫൈസ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഈ പറഞ്ഞ പോലെ എന്നാ ചെയ്യാൻ പോകുന്നതല്ലേ, നമ്മൾ വേറെ ഒന്നും ഇപ്പോൾ ഒരു നോൺ വെജ് ഇവിടെ വെക്കുവാന്നേൽ പിന്നെ ഈ വെജിറ്റേറിയൻകാർക്ക് ഒന്നും ചെയ്യാൻ ഒക്കുകയല്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നോൺ വെജ് ചെയ്യാൻ. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ആനീസ് കിച്ചണിൽ ആര് വന്നാലും നമുക്ക് സന്തോഷത്തോടെ കൊടുക്കാനല്ലേ ഒക്കത്തുള്ളൂ. നമസ്തേ നമസ്തേ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ മനസ്സിലായോ എന്നറിയില്ല, ഇതിൽ ആരാ പ്യോർ നോൺ വെജ്, ഇതിൽ ആരാ പ്യോർ വെജ്? ചേട്ടൻ വെജാ? പ്യോർ നോൺ വെജ്. കണ്ടോ, ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ചേട്ടൻ ഇന്ന് കോംപ്രമൈസ് ചെയ്യുന്നത്, സാക്രിഫൈസ് ചെയ്യുന്നത്. വലിയൊരു ത്യാഗമാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ദുഃഖം ചേട്ടന്റെ ഫേസിലുണ്ട്, ഇല്ലേ ചേട്ടാ? സാരമില്ല, നമുക്ക് മോക്ക് വേണ്ടി ഇന്നത്തെ ദിവസം വിട്ടു കൊടുത്തേക്കാം. എന്നിട്ട് ചേട്ടന് ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, സ്പെഷ്യലായിട്ട് എന്നേലും ഒക്കെ ഉണ്ടാക്കി വെച്ച് വീട്ടിൽ കൊടുത്തു വിടാം. അതേ പറ്റത്തുള്ളൂ, അല്ല നിവൃത്തിയില്ല. എന്റെ കുഞ്ഞെ അല്ല, ഈ പ്രോഗ്രാം ഞാൻ സ്ഥിരം കാണുന്നതാണ്. അപ്പൊ ഞാനിത് വലിയ പ്രതീക്ഷയോടെ വന്ന ഒരു കാര്യമായിരുന്നു. ചേട്ടാ വന്നത് ഇന്ന് തനിക്കിട്ടാണോ മൊത്തം കിട്ടാൻ പോകുന്നത്, അതുകൊണ്ട് നിവൃത്തിയില്ല. ചേട്ടാ, കുറെ നാളുകൊണ്ട് എനിക്കൊരു സംശയമുണ്ടേ. എന്നാന്നറിയാവോ, ചേട്ടന്റെ പേര് ജയകുമാർ എന്നാണ്, പക്ഷെ കാണുന്നവരെല്ലാരും ചേട്ടനെ പയ്യൻസ് എന്നാ വിളിക്കുന്നത്. ചേട്ടന് ഭയങ്കര എന്നാ പറയാ യൂത്ത് ആണോ, ഭയങ്കര എന്നാ പറയാ ഒരു എവർഗ്രീൻ ആയതുകൊണ്ടാണോ? എന്നാ ചേട്ടാ അതിന്റെ രഹസ്യം? അത് പേര് നേരത്തെ വീണ ഞാൻ നാടക ഫീൽഡിലുണ്ടായിരുന്നു.
അപ്പോൾ അത് ഒരു 10-20 വർഷം മുമ്പ് ഒരു നാടകത്തിൽ പയ്യൻസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തു. അത് നന്നായിട്ട് പല സ്റ്റേജ് കളിക്കുകയും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വേഷമായിരുന്നു. എല്ലാവരുടെ മനസ്സിൽ ഉൾക്കൊണ്ടു. അതെ അതെ അതെ. അപ്പോൾ അതങ്ങനെ പിന്നെ ചിലർ അങ്ങനെ വിളിച്ച് വന്ന് അങ്ങനെ ആയി. എനിക്കതുകൊണ്ട് അത് തെറ്റിക്കണ്ടെന്ന് കരുതി ഫുൾ ക്ലീൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ യൂത്ത് എപ്പോഴും ചേട്ടന്റെ ഉള്ളിൽ അല്ല പയ്യൻസ് എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് തന്നെ ഒരു യൂത്ത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ വരികയല്ലേ? കണ്ടാലും അതേ പറയുള്ളൂ. അല്ല, പ്രായം എന്താണെങ്കിലും പ്രായം തന്നെ ആണല്ലോ. അത് ശരിയാ, കാലം തെളിയിക്കുമല്ലോ. നമ്മൾ എന്നാ കൊച്ചു കളിച്ചാലും കാലം അതിന്റെ ജോലി ചെയ്യും. അപ്പൊ നമ്മൾ അതനുസരിച്ച് പോയാൽ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിയല്ലേ പറ്റും. അത് സത്യമാ ചേട്ടാ. അത് നമ്മള് പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിനുള്ളിൽ ഒരു സ്വാർത്ഥ ചിന്തയിൽ ഇങ്ങനെ യൂത്ത് കളിക്കും. അല്ല, അത് നമ്മുടെ മാനസികാവസ്ഥ. സത്യം. നമ്മൾ പ്രായമായി എന്ന് നമുക്ക് തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രായമായി, ഇല്ല എന്ന് തോന്നലാണെങ്കിൽ ഇല്ല. അതൊന്നും തോന്നണ്ട. എല്ലാ സമയം യൂത്ത് ആയിട്ട് ഇങ്ങനെ ജോളി നടക്കുക, അതല്ലേ രസം. അതെ, തീർച്ചയായിട്ടും ഞാൻ ആ മാനസികാവസ്ഥയിലാണ്. അതെ, ചേട്ടനെ എല്ലാവർക്കും നമുക്ക് നല്ലതായിട്ട് അറിയാം. പക്ഷെ മോളെ നമ്മൾ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. പ്രീത എന്ന പേര്. പക്ഷെ പ്രീത എന്നുള്ള പേര് അങ്ങനെ ആർക്കും അറിയാൻ പറ്റുകയില്ല. കാര്യം എന്നാ വെച്ചാൽ മോള് ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു പേരാണ് അല്ലേടോ, മതികല അല്ലേ? അങ്ങനത്തെ ഒരു ക്യാരക്ടറാ ചെയ്തേക്കുന്നത്. ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് പ്രീത അറിയുന്നതും അതിൽ കൂടി. അതെ അതെ, പുറത്ത് പോകുമ്പോ ആൾക്കാരെല്ലാരും വിളിക്കുന്ന മതികലേ മതികലെന്ന് വിളിക്കും. ഒന്ന് ഞെട്ടാറുണ്ട്. എന്നിട്ട് ഓക്കെ, പേര് മാറ്റണോ? വേണ്ട, കൂടുതലും അറിയും. പക്ഷെ അതൊരു നല്ല പേര് കേട്ടോ, എവിടെയും കേൾക്കാത്ത പുതുമയുള്ള പേര് അല്ലേ? നമ്മള് ഇതുവരെ ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്തിട്ട് പോലും ഇല്ല ആരും. അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു പടം ചെയ്തു. ആ പടത്തിന്റെ പേര് നമ്മള് വിശ്വവിഖ്യാതരായ പയ്യന്മാർ. എന്തായാലും ആ പടത്തിന്റെ വിശേഷവും വ്യക്തിപരമായ വിശേഷവും ഒക്കെ എനിക്കറിയണം. നമുക്ക് അവിടെ പോയിരുന്നു. തീർച്ചയായും. ഓക്കെ. അല്ല, ഞാനത് പിന്നെ വറുത്ത ഇറച്ചിയാണെന്നുള്ള ധാരണയിൽ ഞാൻ കഴിച്ചോളാം. നല്ല നിവൃത്തിയില്ല ചേട്ടാ, അത് കഴിക്കുമ്പോ നോക്കിക്കോളാം. നിവൃത്തിയില്ല. കാര്യം എന്താ വെച്ചാൽ കൊതിച്ച് വന്നതല്ലേ. വന്നപ്പോ എനിക്ക് തോന്നുന്നു എന്ന് നോൺ വെജ് കഴിക്കുന്നില്ല, ഇന്നൊരു വെജ് ഇരിക്കട്ടെ എന്ന് കരുതിയായിരിക്കും ചേട്ടന്റെ ഉള്ളിനുള്ളിൽ ചേട്ടന് കൊതിച്ചാ മോളെ വന്നേ. അല്ല, ഞാൻ ഈ നോൺ വെജ് കഴിക്കാറുണ്ടെങ്കിലും എനിക്ക് സ്വല്പമേ കഴിക്കാൻ പറ്റും. എല്ലാ നോൺ വെജും കഴിക്കും, മീൻ ഇറച്ചി എല്ലാം കഴിക്കും. പക്ഷേ സ്വല്പം കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞു പോകും. അതെന്താന്ന് കുറച്ചേ കഴിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ അങ്ങോട്ട് തൃപ്തിക്ക് അനുസരിച്ച് കഴിക്കാൻ നന്നായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കൂടുതൽ കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതുകൊണ്ടാണോ? പക്ഷെ എന്നാന്നറിയോ, എനിക്ക് തോന്നുന്നു അതൊരു ചേട്ടന്റെ ആ ഇതാണ് ചേട്ടൻ ഇത്രയും യൂത്ത് ആയിട്ട് എവർഗ്രീൻ ആയിട്ടൊക്കെ നിൽക്കുന്നത് അല്ലേ? അതുകൊണ്ടാ ചുമ്മാ പയ്യൻസ് എന്നുള്ള പേര് പോവാത്തെ. അതങ്ങ് എല്ലാരും അങ്ങ് രജിസ്റ്റർ ചെയ്ത് വിട്ടേക്കുന്നത്. അതൊരു സത്യമാന്ന് തോന്നുന്നു അല്ലേ? വെള്ളം കുടിക്കും, നന്നായിട്ട് വെള്ളം കുടിക്കും. നല്ലതാ. നമ്മുടെ അതൊരു ദിവസം ഒരു 8-10 ലിറ്റർ വരെയൊക്കെ കുടിക്കും ഞാൻ. 10 ലിറ്ററോ? ഞാൻ വിചാരിച്ചൊരു 10 ഗ്ലാസ്. രാവിലെ ഞാനൊരു 1.5 ലിറ്റർ വെള്ളം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുടിക്കും. മൊത്തം എങ്ങനെയായാലും ഒരു 8-നും 10-നും, വീട്ടിലാണെങ്കിൽ ഒരു 10 ലിറ്റർ പോകും, വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ആണെങ്കിലും ഒരു 8 ലിറ്റർ എങ്ങനെയായാലും പോകും. നമുക്ക് ഒരാഴ്ച കുടിക്കാനുള്ള വെള്ളം ഞങ്ങളൊക്കെ ഒരാഴ്ച കൊണ്ട് കുടിക്കുന്ന വെള്ളമായത്. അറ്റ്ലീസ്റ്റ് ഡോക്ടർ എന്നതേലും ഒരു കാര്യം പറഞ്ഞു വിടുമ്പോണ്ടല്ലോ, കുഞ്ഞെ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ മിനിമം 12 ഗ്ലാസ് കുടിക്കണം. ഇവിടെ എറിഞ്ഞു പിടിച്ചിട്ടാ 4 അകത്തോട്ട് പോകും. സ്ഥിരം കഴിച്ചു നോക്ക്, 1 ലിറ്ററൊക്കെ ഒറ്റടിക്കാൻ പോകും. ചേട്ടൻ എങ്ങനെ ശീലം വന്നേ? അത് ശീലം എനിക്ക് ഒരു 10-20 വർഷം മുമ്പ് ഒരു യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ വന്നിരുന്നു. അപ്പോൾ അതിന് ഡോക്ടർ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പം അന്ന് മുതൽ അതങ്ങ് ശീലമായി. വെള്ളം ഉള്ള കാര്യം ഞാൻ പറയാം. ഇപ്പൊ എനിക്കത് ഉൾക്കൊള്ളാൻ ഒരു ഇച്ചിരി പ്രയാസമുണ്ട് അല്ലേ നമുക്കൊക്കെ. അതാണ്, അതായത് ഉൾക്കൊള്ളാൻ പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ പ്രയാസമുണ്ട്. പക്ഷെ എന്നാലും ഉള്ള കാര്യം പറയാൻ പോളെ, ഇപ്പൊ ഗേൾസിനായാലും ശരി ഏത് ഹ്യൂമനായാലും ശരി, വെള്ളം എത്ര അകത്ത് ചെല്ലുന്നോ അത്രയും നമ്മൾ ഫ്രഷ് ആവും, അത്രയും നമ്മുടെ ടോക്സിൻസ് വെളിയിൽ പോവും, നമ്മുടെ സ്കിൻ അത്രയും ഗ്ലോ ചെയ്യും. ഇതെല്ലാം ഇതിനകത്തുള്ള ഒരു സത്യമാണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ കേൾക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇതെല്ലാം കേൾക്കും. സ്കിൻ ഗ്ലോ എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നാളെ ഈ കേൾക്കുന്ന ഫോഴ്സിനെങ്കിൽ 5 ഗ്ലാസ് കുടിക്കും. പിന്നെ മറ്റന്നാളാവുമ്പോ പിന്നെ എന്താവും ശക്തി കുറയും. അതാണ് സത്യം. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ സിനിമയുടെ വിശേഷമൊക്കെ പറഞ്ഞു. ചേട്ടാ അതിന്റെ വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞു. അത് അജു വർഗീസ്
പിന്നെ ദീപക് പറമ്പോൾ ചേട്ടൻ, ഭഗത് ചേട്ടൻ, സുഗീത് കോപ്പ, പിന്നെ ഹരീഷ് ചേട്ടൻ, ഇവരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ. നല്ല വളരെ മനോഹരമായൊരു സിനിമയാണ്. അപ്പം എനിക്കതിനകത്ത് അത്ര വലിയ വേഷമല്ല എങ്കിൽ പോലും ആ ഉള്ള വേഷം എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. എന്റെ ക്യാരക്ടർ ഇവർക്കൊക്കെ ഇട്ടൊരു പണി, മെയിൻ ആയിട്ട് നമ്മുടെ ഹീറോ ആയിട്ട് നിൽക്കുന്നത് ദീപക് പറമ്പോൾ ചേട്ടനാണ്. ആ ചേട്ടന് ഇട്ടൊരു പണി കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. വളരെ ചെറിയൊരു ഡ്യൂറേഷനേ ഉള്ളൂ, എന്നിരുന്നാലും ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നത് ആ മൂവിയില്. ഉറപ്പായിട്ടും പ്രേക്ഷകർ എല്ലാരും പോയി കാണണം എന്നാണ് പറയാറുള്ളത്. എന്റെ വേഷം അതില് ഞാനൊരു റിസോർട്ടിന്റെ ഉടമസ്ഥനാണ്. ഭാര്യയ്ക്ക് വീതം കിട്ടിയ ഒരു റിസോർട്ടാണ്, ഒരു 3 കോട്ടേജൊക്കെ ഉള്ള. അവിടെ ഇതിലൊരാൾ ജോലിക്കാരനായിട്ട് വരും, ബാക്കി എല്ലാവരോടും കൂടുകയാണ്. അപ്പം ഞാൻ ഇച്ചിരി പ്രായമുള്ള ആളാണെങ്കിലും പിള്ളേർ സ്വഭാവമാണ്, ഇവരുടെ കൂടെ റിയൽ ക്യാരക്ടർ. അതെ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചേട്ടൻ ചെയ്തത്. ചേട്ടൻ ഞാനൊരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചു. ചേട്ടൻ്റെ സത്യം പറഞ്ഞാൽ ചേട്ടൻ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചേട്ടൻ ശരിക്കും ഭയങ്കര ഒരു ബഹളക്കാരനായിട്ടൊക്കെ ഞാൻ ശരിക്കും വിചാരിച്ചു. ചേട്ടൻ എന്ത് ഭയങ്കര സോഫ്റ്റ് സ്പോക്കനായിട്ട് ഭയങ്കര ഒതുങ്ങിയൊക്കെ വർത്താനം പറയുന്നത്. പയ്യന്മാർ അങ്ങനെ അല്ല. അല്ല, അത് ഓരോ നേച്ചറാണല്ലോ. അത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം. നമ്മുടെ ഒഫീഷ്യൽ ജീവിതം അല്ലാതെ നമ്മുടെ ജീവിത സാഹചര്യം, അത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കാം നമ്മുടെ സംസാര ശൈലിയൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ നമ്മളിപ്പോ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ആ ക്യാരക്ടറിന്റെ അനുസരിച്ച് ഈ വർത്താനം പറയുന്ന ചേട്ടനെ അല്ല. ശരിക്കും പറഞ്ഞാൽ ആ ചേട്ടനെ കണ്ടുകഴിയുമ്പോൾ ശരിക്കും ഞങ്ങളൊക്കെ വിചാരിക്കുക ആ ക്യാരക്ടർ കാണുമ്പോൾ വിചാരിക്കും ചേട്ടൻ ശരിക്കും ഒറിജിനൽ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കും. ചേട്ടനോടൊക്കെ വർത്താനം പറഞ്ഞാൽ എന്നെ തമാശ ആയിരിക്കും. ഇത് ശരിക്കും മെച്ചോർഡായിട്ടൊക്കെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു ആദ്യം ഈ പറഞ്ഞ കൂട്ട് ഒരു അധ്യാപകനായതുകൊണ്ടായിരിക്കും ആ ഒരു മെച്ചോറിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നൊന്നുമല്ല, തീർച്ചയായിട്ടും. അത് നമ്മുടെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ തുടങ്ങാം. ആയിക്കോട്ടെ, അധ്യാപകൻ തുടങ്ങി ഒന്ന് പറഞ്ഞ ഞങ്ങൾക്ക് കഥ പറഞ്ഞ നാടക നടനായത്, പിന്നെ ഈ സിനിമയിൽ വന്നത്, സീരിയൽ ചെയ്തത് എല്ലാം പറയും. ഞാൻ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ നാടകത്തിലുണ്ടായിരുന്നു. ഞാൻ ആദ്യം നാടകത്തിൽ അഭിനയിക്കുന്ന 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഇപ്പോഴും എനിക്ക് ആ നാടകത്തിൻ്റെ പേര് വരെ ഓർമ്മയുണ്ട്, ഏടാകൂടം എന്ന് പറഞ്ഞിട്ടാണ്. ഏടാകൂടം, ഓക്കെ. അപ്പോൾ അത് എൻ്റെ അധ്യാപകർ അന്ന് അഭിനയിപ്പിച്ചാണ്. അത് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞു, കോളേജ് കഴിഞ്ഞു. കോളേജിലും ഒക്കെ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലായിരുന്നു ഞാൻ ഡിഗ്രി. അപ്പോൾ അവിടെ ഞാൻ ബെസ്റ്റ് കൊമേഡിയനും ഒക്കെ ആയിരുന്നു, മോണോ ആക്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ BEd കഴിഞ്ഞു. BEd കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ എനിക്ക് ജോലിയായി. BEd കഴിഞ്ഞു പറഞ്ഞാൽ ഞാൻ ഹൈസ്കൂൾ അധ്യാപകനായിട്ട് കയറി. അതിലങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എയ്ഡഡ് സ്കൂളായിരുന്നു, അതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ജോലി കിട്ടും. അപ്പോൾ ആ ജോലി ഉപേക്ഷിച്ചിട്ട് ഞാൻ സർവേ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു. അപ്പോൾ അത് ആ സമയത്തും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അന്നും എനിക്ക് നാടകത്തിൽ അഭിനയിക്കാനും ഒക്കെ താല്പര്യമാണ്. ഒരു കലാകാരൻ ഇങ്ങനെ താല്പര്യമാണ്. അങ്ങനെ ഞാൻ പ്രൊഫഷണൽ സമിതിയിൽ ജോലിയോടൊപ്പം തന്നെ സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതങ്ങനെ ഞാനൊരു 6 വർഷത്തോളം പ്രൊഫഷണൽ നാടക സമിതിയിലുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ പകല് ജോലിക്ക് പോവുകയും രാത്രിയിൽ നാടകത്തിന് പോവുകയും. രാത്രി ഉറങ്ങാനൊന്നും നോക്കിയല്ലോ ചേട്ടാ? ഉറക്കമൊക്കെ നല്ല. സത്യം പറയൂ, സർക്കാർ ഓഫീസിൽ ഇരുന്ന് ഉറങ്ങുമായിരുന്നല്ലേ? അല്ല, അതിനകത്ത് വേറെ കാര്യം. ഞാനൊരു മിനിസ്റ്റീരിയൽ ക്ലറിക്കൽ, ഞാൻ ടെക്നിക്കൽ വിങ് അല്ലേ, ഞാൻ സർവേയറായിട്ടാണ് ജോലി കയറിയത്. അപ്പം ടെക്നിക്കൽ വിങ് ആകുമ്പോൾ എനിക്ക് ഓഫീസിൽ മാത്രമല്ല ഫീൽഡ് വർക്കും ഉണ്ട്. അപ്പോൾ ഫീൽഡ് വർക്കിന് പോയാൽ ഏതായാലും നിന്നുറങ്ങാനൊന്നും പറ്റത്തില്ല. പക്ഷെ എന്നാലും ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് സർക്കാർ ഓഫീസിൽ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ പഴയ കാലങ്ങൾ കഥകളിലേ ഉള്ളു. ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥർ നന്നായിട്ട് ജോലി ചെയ്തേ നിവർത്തിയുള്ളൂ. പഴയ കാലഘട്ടം പോലെ ഒന്നുമല്ല, വലിയ മാറ്റങ്ങൾ വന്നു. നല്ല വർക്ക് ലോഡുണ്ട്, ജീവനക്കാർ കുറവുമാണ്. പെൻഡിങ് ഇടാനും ഒക്കത്തില്ല, പെൻഡിങ് ഇടാനും പറ്റത്തില്ല. വിവരാവകാശ നിയമം കിടക്കുന്നു. അപ്പോൾ അതിൻ പ്രകാരം ജനങ്ങൾ നല്ല ബോധവന്മാരാണ്. ഒരു സീനിയോറിറ്റി തെറ്റിച്ചൊരു ഫയൽ എടുത്തു കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇതെന്താ, അവർക്ക് അതിൻ്റെ റെക്കോർഡ് എടുക്കാം, കോപ്പി എടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുക, അതായത് പല ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരാണ്. ചിലർ നല്ല ഡീസെന്റ് ആയിട്ടൊക്കെ വർത്താനം പറയും, ചിലർ അങ്ങനെയല്ല, അതിർത്തി കിട്ടാൻ വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുന്നവരുണ്ട്. ഇപ്പൊ ചേട്ടന് ബേസിക്കലി ഇങ്ങനെ ഭയങ്കര സൗമ്യ സ്വഭാവമാണ്. അപ്പൊ ഇത് എങ്ങനെയാ ചേട്ടാ അവരോടൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ അത് ഡീൽ ചെയ്ത് ടാക്കിൾ ചെയ്ത് സോഫ്റ്റ് ആക്കി ചെയ്തു കൊടുക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും. ഇതിപ്പോൾ ഞാൻ തുടങ്ങിയ പോസ്റ്റാണ് സർവേയർ. പിന്നെ പ്രൊമോഷനായി ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു സർവേയുടെ. അപ്പോൾ ഈ പോസ്റ്റുകളിലെല്ലാം തന്നെ
ഒരു ജനങ്ങളോട് സൈക്കോളജിക്കൽ ഒരു കൗൺസിലിംഗ് പോലെയും കൂടെ ഉണ്ട്. അല്ല, ഇത് ടെക്നിക്കൽ വർക്ക് മാത്രമല്ല. ഒരു സർവേയർ ഒരു സ്ഥലം അളക്കാൻ തർക്കമുള്ള ഭാഗങ്ങളിലായിരിക്കുമല്ലോ മിക്കവാറും പോകുന്നത്. രണ്ടുപേരുടെ ആണെന്ന് വെച്ചാൽ അതിരയിലൊക്കെ നല്ല ആഞ്ഞിലി നിൽക്കും, ഒരു 5 ലക്ഷം രൂപ വില കിട്ടുന്ന ആഞ്ഞിലിയൊക്കെ. ഇത് രണ്ടുപേരും പിടിച്ചോണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈ തർക്കം വരുമ്പോൾ സുപ്രഭാതത്തിൽ സർവേയർ വന്ന് റെക്കോർഡ്സ് എല്ലാം പിടിച്ചു നിർത്തുമ്പോൾ ഇത് ഏതെങ്കിലും ഒരാളുടെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ മറ്റവൻ അന്തം വിട്ടു പോവും. അപ്പോൾ അവിടെ തർക്കങ്ങളുണ്ടാവും. അപ്പം ഈ വർക്കിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സത്യസന്ധമായിരിക്കണം 100%. അത് സത്യസന്ധമാണ് ചെയ്യുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തിയും വേണം. അല്ല, ഞാൻ സത്യസന്ധനാണ്. സപ്പോസ് ഈ ആഞ്ഞിലി നിൽക്കുവാന്ന് വെച്ചോ, ചേട്ടൻ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അത് വരുന്നത് അതിൻ്റെ റെക്കോർഡിക്കലി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ക്ലോസ്. ഞാനും മോളും അതിർത്തിക്കാരാന്ന് വെച്ചോ, എനിക്കും ആഞ്ഞിലി വേണം, മോക്കും വേണം, ഞങ്ങൾ എങ്ങനെ? അപ്പൊ ഇതിന് സർവേ റെക്കോർഡില്ലേ? സർവേ റെക്കോർഡ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അളവുകൾ, അതാണ് ടെക്നിക്കൽ വർക്ക്. അതെല്ലാം കൊണ്ടൊന്ന് യോജിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഇത് പകുതിക്ക് പകുതിയായിരിക്കും. പകുതിക്ക് പകുതിയാണെങ്കിൽ അങ്ങനെ തന്നെ പറയും, അവരോട് പറയും നിങ്ങളുടെ പകുതി കൂടെ തന്നെ പോവുക. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു കൗൺസിലിംഗ് പോലൊക്കെ നടത്തും. നിങ്ങൾ കേസിന് പോയി കഴിഞ്ഞാൽ ഈ വർഷങ്ങൾ നിങ്ങൾ സുപ്രീം കോടതി പോകും, വർഷങ്ങളെടുക്കും, കാശ് ചിലവാണ്, ഇവിടം കൊണ്ട് തീരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ബോധ്യപ്പെടുത്തി ചിലപ്പോൾ മൊത്തത്തിൽ വില പറഞ്ഞ് 4 ലക്ഷം രൂപ, 2 ഇവിടെ പിടി 2 ഇവിടെ പിടി ഫീൽഡിലേക്ക് വരുന്നത്. ഞാൻ ശരിക്കും അമൃതയായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അമൃതയിൽ ഒരു സൂപ്പർ ടാലന്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ, റിയാലിറ്റി ഷോയിലാണ് ഞാൻ ഫസ്റ്റ് പങ്കെടുക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതിനുശേഷം ഇവിടെ സൂപ്പർ സ്റ്റാറിൽ ഡാൻസിന് വേണ്ടിയിട്ട് വരുമായിരുന്നു. പിന്നെ ആങ്കറിങ് ചെയ്ത് സ്റ്റഡീസ് ഏകദേശം ഡിഗ്രിയൊക്കെ ആയപ്പം ആങ്കറിങ് സ്റ്റാർട്ട് ചെയ്തു. ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പരസ്പരം എന്ന് പറഞ്ഞ സീരിയലിൽ ഒരു റോളിന് വിളിച്ചു. അപ്പോൾ ചുമ്മാ പോയത് ട്രയൽ നോക്കാന്നുള്ള രീതിയിൽ ചെയ്തപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിനുശേഷം എന്നും നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ ഫിലിമിൽ പാർവതിയുടെ സിസ്റ്റേഴ്സിൽ ഒരാളായിട്ട്, അത് എനിക്ക് തോന്നുന്നു ഇനി ആൾക്കാരെ എടുത്ത് മൂവി കാണുമ്പോൾ മനസ്സിലാവും, ഒരൊറ്റ ക്ലോസേ കിട്ടിയുള്ളൂ ആ മൂവിയിൽ. പക്ഷെ എനിക്കതിൽ ഭയങ്കര സന്തോഷം തോന്നി. കാര്യം അത്രയും വലിയൊരു മൂവിയിൽ ഒരു ചെറിയൊരു പാർട്ടാവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നി. ചേട്ടാ ഒരു കാര്യം, ചേട്ടൻ ഭയങ്കര പ്യോർ നോൺ വെജ് ആന്ന് പറഞ്ഞു. അപ്പം എത്രയായാലും ചേട്ടന് ഭക്ഷണത്തോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കും. ഇപ്പൊ എനിക്കൊന്ന് കുഞ്ഞുനാള് മുതലേ ചേട്ടന് എല്ലാ ആഹാരത്തോടും ഭയങ്കര ഒരു ഇഷ്ടവും, അത് സ്വാദോടെ കഴിക്കണം ഒക്കെ, ആഹാരപ്രിയൻ എന്ന് ഞാൻ പറയാം ചുരുക്കി പറഞ്ഞാല്. അപ്പൊ ചേട്ടന് ശരിക്കും എവിടെയെങ്കിലും പോയി ആഹാരം നല്ലത് കേട്ട ഉടനെ അത് അവിടെ പോയി കഴിക്കുകയോ അല്ലെങ്കിൽ വാങ്ങിക്കുകയോ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഫ്രണ്ട്സുമായിട്ടും ഒക്കെ പോയിട്ട്? അതെ. അത് എൻ്റെ വീട്ടിൽ പണ്ട് പോലെ മത്സ്യം വാങ്ങിക്കും, ഇറച്ചി അങ്ങനെ ഉപയോഗിക്കാറില്ല. അത് വളരെ അപൂർവമായിട്ട് കോഴിയൊക്കെ, അന്ന് കാലത്ത് ബ്രോയിലർ ചിക്കൻ ഒന്നും ഇല്ലല്ലോ, നാടൻ കോഴിയൊക്കെ ഓടിച്ചിട്ട് തല്ലിക്കൊന്ന് കറി വെച്ച് അത് വളരെ വർഷത്തിൽ 3-4 തവണയെ കാണും. അല്ലാതെ വീട്ടിൽ മീൻ വാങ്ങിക്കുമായിരുന്നു. അപ്പം മീനാണ് എനിക്ക് പ്രധാനം. അതല്ല, അന്ന് കാലത്തെ ഉള്ള ആഹാരത്തിൻ്റെ ഞാൻ എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്മേറ്റ് ഒരു സ്നേഹജാൻ എന്ന് പറഞ്ഞിട്ടൊരു കക്ഷിയുണ്ടായിരുന്നു. സ്നേഹജാൻ തുറയക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത്, കരുനാപ്പള്ളിക്കടുത്ത് തന്നെ, വേമ്പയിൽ എന്ന് പറയും. അപ്പോൾ അവർക്ക് അന്ന് കാലങ്ങളിൽ ഷാപ്പും ഒക്കെ ഉണ്ടായിരുന്നു. സ്നേഹജാൻ്റെ അച്ഛന് കള്ള് ഷാപ്പുകളൊക്കെ ഉണ്ട്, വളരെ അന്ന് വലിയ ബിസിനസ്സാണ്. അപ്പോൾ ഇവരുടെ ഷാപ്പിലെ ആഹാരങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന്, അപ്പോൾ ഇറച്ചിയൊക്കെ ഞാൻ കഴിക്കുന്ന അവിടുന്നാണ് കൂടുതലും. അപ്പോൾ സ്നേഹൻ്റെ വീട്ടിൽ വൈകിട്ടൊക്കെ പോകുമ്പോൾ അവിടുന്ന് ആഹാരം കഴിക്കും. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് അതിൻ്റെ ആ ടേസ്റ്റ്, അല്ലാതെ വീട്ടിൽ നിന്ന് കിട്ടിയതല്ല ഇറച്ചിയുടെ. അപ്പോൾ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഇന്നും 7 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് വരെയൊക്കെ ഞാൻ ആഹാരം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ കഴിച്ച ആഹാരത്തിൻ്റെ ഒരു പ്രത്യേക ഫുഡുണ്ട്, വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കി. അപ്പോൾ അന്ന് വൈകിട്ട്, ഇതൊക്കെ എനിക്കൊരു 16 വയസ്സ് 17 വയസ്സുള്ള കാലഘട്ടമാണ്. അപ്പോൾ അന്ന് സന്ധ്യ നേരത്തെ സ്നേഹൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കായലോരത്ത് സ്ഥലങ്ങളുമൊക്കെ ഉണ്ട്, കായൽ തീരമാണ്, കൊച്ചുവെള്ളമുണ്ട്. ആ കൊച്ചുവെള്ളം കെട്ടുവള്ളങ്ങളും ഒക്കെ അന്ന് അവർക്കുണ്ട്. ആ കൊച്ചുവെള്ളത്തിൽ സന്ധ്യയ്ക്ക് ഞങ്ങൾ രണ്ടുപേരുടെ ടോർച്ചും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് ഇതിൻ്റെ അരികിൽ കൽക്കെട്ടുണ്ട്, കൽക്കെട്ടിനെ അടി ടോർച്ചടിച്ചിട്ട് കമ്പിയിട്ട് കുത്തി ഞണ്ടിനെ പിടിക്കും. അന്നൊക്കെ ഇഷ്ടം പോലെ ഞണ്ടാ, ഭയങ്കര ഞണ്ട്. അപ്പോൾ അന്ന് ഇത് നമ്മളൊരു 1 മണിക്കൂറൊക്കെ ഇതിനെ ഒന്ന് കറങ്ങിക്കാൻ സ്നേഹനറിയാം, എനിക്കറിഞ്ഞൂടെ, ഞാൻ സഹായമായിട്ട് എനിക്ക് എത്തുകയുള്ളൂ. ഒരു 2 കിലോ ഞണ്ടൊക്കെ കിട്ടും. എന്നിട്ട് ഇവനെ കൊണ്ടുവന്ന് നേരെ മുകളിൽ അവർക്കൊരു ഔട്ട് ഹൗസ് പോലെ ഒരു സാധനമുണ്ട്,
അതിന് ചുറ്റും കപ്പ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മൂട് കപ്പ പിഴുതിട്ട് ഒരു കിലോ കപ്പ എടുത്തിട്ട് അത് അവനെ കഷ്ണമാക്കി, ഇതല്ല കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി അല്ല പുഴുങ്ങുന്നതല്ല, എന്നിട്ടിടും അതിനകത്തിട്ട്. എന്നിട്ട് ഈ കായലിലെ വെള്ളത്തിൽ തന്നെ ഞണ്ടിൻ്റെ വേറെ അഴുക്കുള്ള ഉണ്ടല്ലോ അത് മാത്രം എടുക്കും, കളയും. എന്നിട്ട് ഞണ്ട് നന്നായിട്ട് കഴുകിയിട്ട് പൊട്ടിച്ചിടുന്നത് ഇതിലേക്കാണ്, കപ്പയ്ക്കകത്തോട്ടോ? ആ കപ്പയിലേക്കാണ് ഇവനെ ഒടിച്ചിടുന്നത്. കാരണം ഇതിന്റെ വെള്ളം ഇതിനകത്തേക്ക് തന്നെ വീഴണം. ഞണ്ടിന്റെ ഒരു വെള്ളമില്ല, അതാണ് അവന്റെ ടേസ്റ്റ്, അതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് രണ്ട് കിലോ ഞണ്ടും 1 കിലോ കപ്പയൊക്കെ ഇട്ട് ഒരു ഇച്ചിരി മുളക് പൊടിയും സ്വല്പം ഉപ്പ് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് അവനെ വേവിക്കും, വെള്ളം ഒഴിക്കാതെ വേവിക്കും. പോർത്തപ്പത്തിൻ്റെ വായു വെള്ളം വരുന്നു. അതായത് ഈ ഞണ്ടിൻ്റെ വെള്ളത്തിൽ ഈ കപ്പ വേകും, അത് വെന്തിട്ട് അതൊന്നെടുത്ത് കഴിച്ചു നോക്കണം. എരിവില്ല, നേരിയ. അതായത് നമ്മളിപ്പോൾ ഫോറിനേഴ്സിനെ നോക്കിക്കഴിഞ്ഞാലേ അവരെന്ത് കഴിക്കുന്നോ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് അറിഞ്ഞാൽ അവർ കഴിക്കുന്നത്. അല്ല നമ്മുടെ വീട്ട് മസാല എല്ലാം കൂടി ഇട്ട് ഉള്ളതല്ലോ. ഇപ്പം ചിക്കൻ ആണെങ്കിൽ ആ ചിക്കൻ്റെ ആ ടേസ്റ്റ് അവർക്ക് വരണം, അതിൻ്റെ ഒറിജിനൽ സാധനം വേണം. ഫിഷ് ആണെങ്കിൽ അതിൻ്റെ കിട്ടണം എന്ന് പറയുന്ന പോലെ. അപ്പോൾ അന്ന് ഞങ്ങൾ ഈ ചെയ്യുന്നതിന് ആൾക്കാർ കളിയാക്കുമായിരുന്നു, ഞണ്ട് പുഴുങ്ങി തിന്നുക എന്നൊക്കെ പറയും. അത് ഇറച്ചി വളരെ ഉപ്പുമൊക്കെ വളരെ ലൈറ്റ്, പക്ഷേ ഒറിജിനൽ ഞണ്ടിൻ്റെ ടേസ്റ്റ് അത്രയും സ്വാദിഷ്ടമായ കപ്പ ഈ വെള്ളത്തിൽ ഇവൻ പുഴുങ്ങുകയാണ്. അപ്പോൾ കപ്പ ഒരു കഷ്ണം നമ്മൾ കടിക്കുമ്പോൾ തന്നെ ഞണ്ടിൻ്റെ ഒരു മണമില്ല, ഒരു ടേസ്റ്റിങ് അതിൻ്റെ ഒരു അത് ആ കപ്പയെ തന്നെ കിട്ടുകയാണ്. ഈ കായൽ തീരങ്ങളിൽ പോയിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന ജീവനുള്ള ഞണ്ട് വാങ്ങണം, എന്നാലേ അവൻ്റെ ലിക്വിഡ് കിട്ടും. അല്ല ചത്തു കഴിഞ്ഞതിന് അങ്ങനെ അത്രയും കിട്ടത്തില്ലല്ലോ. ഇത് കുറച്ചു മുമ്പ് ഞാൻ ചേട്ടനോട് വർത്താനം പറഞ്ഞിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് അത് ഉണ്ടാക്കുമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ കേട്ടിട്ട് ഞാൻ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നെയ്മീൻ്റെ ഒക്കെ ഒരു 10 കിലോ 12 കിലോ ഉള്ള നെയ്മീനില്ലേ, നല്ല വിളഞ്ഞ നെയ്മീൻ്റെ നടുഭാഗം എടുക്കുക. എന്നിട്ട് വളരെ മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ട് അവനെ വളരെ തിന്നായിട്ട് നല്ല പേപ്പർ കട്ട് ചെയ്യുക. എന്നിട്ട് അവനെ അങ്ങോട്ട് മുരിക്കുക. അതൊക്കെ കിട്ടും. അല്ല ചേർക്കണം, അല്ല അതിൻ്റെ മറ്റു സാധനങ്ങളൊക്കെ ചേർത്തിട്ട് വളരെ തിന്നായിരിക്കണം. അതൊക്കെ ഇവിടുന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞു വരികയാണ്. അങ്ങോട്ട് നോക്കി വെച്ചാൽ മതി, എന്നെ ചീത്ത വിളിക്കേ ചെയ്യല. സത്യം പറയാലോ ചേട്ടാ, എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. ഇതൊക്കെ തനി നാടൻ ഭക്ഷണം എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് ഇപ്പൊ ഈ പറഞ്ഞ റെസിപ്പി. ഇപ്പത്തെ അങ്ങനെയല്ല, നാടൻ ഭക്ഷണം തന്നെ. എൻ്റെ ഒരു ബന്ധുണ്ട് ആലപ്പുഴ താമസിച്ച രാജൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം പ്രായമുണ്ട്, അദ്ദേഹം ഇപ്പോഴും കല്ലേലരച്ച് അത് നമ്മൾ തമാശയായിട്ട് എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാം വാരി മിക്സിയിലും അതിലും ഇതും ഒക്കെയാണ് ഞാനും. പക്ഷെ ഇത് പുള്ളി ചെയ്യുന്നത് 50 വർഷം മുമ്പൊക്കെ നമ്മുടെ ഫാമിലിയിൽ എങ്ങനെ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കിയിരുന്നോ അതിപ്പോഴും പുള്ളി ഫോളോ ചെയ്യുക. അടുക്കളയിൽ അല്ല ഗ്യാസൊക്കെ ആയി കഴിഞ്ഞു, അതിന് വേറെ അടുപ്പും കാര്യങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ആ പഴയ കാലഘട്ടത്തിൽ അതൊന്ന് ഉപയോഗിച്ചാൽ മാത്രമേ. ഞാനിടയ്ക്ക് പോയി അദ്ദേഹത്തിൻ്റെ ആഹാരം കഴിക്കും. ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ആ സാധനങ്ങളായിരിക്കും. ജോലിക്കാരുണ്ട്, അവർ ഒന്നല്ല അത് പുള്ളി പറയുന്നതനുസരിച്ച് ആയിരിക്കും. ഈ മത്തിയൊക്കെ നമ്മൾ കോട്ടയം ഭാഗങ്ങളിലൊക്കെ പീര പറ്റിക്കുക എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ പീര പറ്റിക്കുക എന്നല്ല പറയുന്നത്. അത് ആ സാധനങ്ങളൊക്കെ അത് നല്ല ഫ്രഷ് മത്തി. സത്യമായിട്ട് ഉള്ള കാര്യം പറയാം, ഞാൻ ഇപ്പൊ ഈ പറഞ്ഞോട് ഒരുപാട് യോജിക്കുന്നു. ഇപ്പത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഒരു അംശം പോലും ഇല്ല. അതിന്റെ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മറ്റേ ഇത് കല്ലേലരയ്ക്കാതാണല്ലോ നമ്മൾ എന്നും ഒഴിക്കുന്നത്. അതൊരു ദിവസം നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. ഞാൻ ഈ ഫിഷിംഗ് ബോട്ടിൽ പോയിട്ടുണ്ട്, കടലിൽ പോയിട്ടുണ്ട്. എൻ്റെ ഒരു സ്റ്റാഫിന് ജഗേഷ് എന്ന് പറഞ്ഞു, ജഗേഷിന് 3 ബോട്ടുള്ള അതിൻ്റെ എല്ലാം ഫസ്റ്റ് കാച്ചിങ്ങിന് എന്നെയും കൂടെ കൊണ്ടുപോകും. അപ്പോൾ അവിടെ ഫസ്റ്റ് കാച്ചിങ് വല എറിഞ്ഞ് വല കയറ്റുമല്ലോ, റോൾ ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ ഒരു ബോട്ടിൽ 6-7 ജീവനക്കാരാണ് ഉള്ളത്. അതിൽ ഒരാൾ കറി വെക്കാനായിട്ട് ഇരിക്കും. ഫ്രഷ് ആദ്യം പിടിച്ച് കയറുന്നവൻ ഇങ്ങനെ പെട്ടയ്ക്കുന്ന മീനാണ്. അതിൽ നിന്ന് നല്ല മീൻ നോക്കി അവരെടുക്കും. എടുത്തിട്ട് ഒരാളിരുന്ന് ഇവനെ കറി വെക്കും. അത് ഉച്ചയ്ക്കുള്ള കറി എന്ന് പറഞ്ഞാൽ ഇത് വെള്ളം പോലെ ഒഴിക്കാനും തൊട്ടുകൂട്ടാനും എല്ലാം കൂടി ഇതാണ്. ഇതും അച്ചാറും വേറെ എന്തെങ്കിലും ചെറിയ കറിയേ ഉള്ളൂ.
അത്ര ഭയങ്കര ടേസ്റ്റ്. അവർ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് എന്റെ ദൈവമേ, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കലം ചോറുണ്ടാവും തോന്നുന്നേ അല്ലേ? അത് അതിൻ്റെ പ്രത്യേകത ആ മീനിൻ്റെ ഫ്രഷ്നെസ് കൂടാണ് അതിൻ്റെ സ്വാദ്. പിന്നെ അവരുടെ ആ കൂട്ടുകൾ അത് ഞാൻ എഴുതിക്കൊണ്ടുവന്ന് ഭാര്യയെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് വീട്ടിൽ. ഈ ബോട്ടുകാരുടെ കറി എന്ന് പറഞ്ഞാൽ ഹൈലി ഡെലിഷ്യസ്. ചേട്ടന്റെ ശരിക്കും നാടെന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളിയിലാണ് അല്ലേ? ശരിക്കും ഇപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, ഇപ്പൊ ഈ ബോട്ട് ഫിഷിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാ അടുത്ത മാസം ശരിക്കും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു മാസം. സുനാമി വന്ന ഒരു മാസം, സുനാമി വന്ന ഒരു മാസം. അപ്പൊ എത്രയോ ജീവൻ പോയ ഒരു ദുഃഖം നമുക്ക് തന്ന ഒരു മാസം തന്നെ ശരിക്കും. ചേട്ടാ ആ ഒരു ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, സുനാമിയുടെ ഒരു സുനാമി 2004 ഡിസംബർ 26-നാണ്. അത് എൻ്റെ വീട്ടിൽ നിന്നൊരു 3.5 കിലോമീറ്റർ എന്ന കടൽ തീരമാണ്. 3.5-4 ഞാൻ നാഷണൽ ഏകദേശം അടുത്ത് തന്നെ 1/2 കിലോമീറ്റർ, അവിടെ നിന്നൊരു 3.5 കിലോമീറ്റർ എന്ന കടലാണ്. ഇത് അന്ന് 2004 അന്ന് വലിയ പാടമല്ലേ, ആലപ്പാട് വില്ലേജ് എന്ന് പറയും. ആലപ്പാട് വില്ലേജ് എന്ന് പറഞ്ഞാൽ 17 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഒരു വില്ലേജാണ്. കരുനാഗപ്പള്ളി താലൂക്കിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു സൈഡ് കടലും ഒരു സൈഡ് കായലും, അതിനിടയിലുള്ളൊരു വരമ്പ് പോലുള്ളൊരു വില്ലേജാണ്. അപ്പോൾ അവിടെ ഈ സുനാമി അന്ന് എൻ്റെ ഒരു സ്റ്റാഫ്, അദ്ദേഹത്തിൻ്റെ പേര് ജയകുമാർ എന്ന് തന്നെ, സർവേയറാണ്. ജയകുമാർ ഈ അപകടത്തിൽപ്പെട്ടതായിരുന്നു. അത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലായിരുന്നു ജയകുമാർ, തലയൊക്കെ പൊട്ടി ചെറിയ മുറിവുകൾ. അപ്പോൾ ജയകുമാർ പറഞ്ഞാണ് ഇത് നമ്മൾ അറിയുന്നത്. അപ്പോൾ അങ്ങനെ ചില സമയങ്ങളിൽ ജോലി ഇല്ലാത്ത സമയങ്ങളിൽ മീൻ പിടിക്കാൻ പോകുന്നവരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ചീട്ട് കളിക്കും. അത് കടലിൻ്റെ തീരത്ത് തന്നെ ആയിരുന്നു ചീട്ട് കളിക്കുന്നത്. ആ ചീട്ടുകളി കണ്ടുകൊണ്ട് ജയകുമാർ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കടൽ ഏകദേശം ഒരു 3/4 കിലോമീറ്ററോളം പുറകോട്ട് പോയി. ആ വെള്ളം അങ്ങ് വലിഞ്ഞു പോയപ്പോൾ മീനുകളൊക്കെ കിടന്ന് പടക്കുക. അപ്പോൾ പിള്ളേർ അതിനടുത്ത വീടുകളിൽ പിള്ളേരെല്ലാം കൂടെ കൊട്ടയായിട്ടൊക്കെ വാരാനും ഒക്കെ പോയി. അങ്ങനെ അത് അല്ല, ഇത് കൂടുതൽ സമയം ഇത് കണ്ടപ്പോൾ തന്നെ പിള്ളേർ ചാടി, കുറേ അവിടെ കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പൊങ്ങി വരികയാണ് സാധനം. നല്ല ഭയങ്കര പൊക്കത്തിൽ തിര വന്നിട്ട് അട്ടിച്ച് പറിച്ച് വരിക. നമ്മളൊക്കെ ഊഹിക്കുന്നതിൻ്റെ ഒക്കെ അപ്പുറത്തെ ഫോഴ്സിൽ. അപ്പോൾ ഇത് ആ ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന എല്ലാവരും പോയി. ജയകുമാറിനെ വെള്ളത്തിൽ അടിച്ച് പൊക്കി ചെന്ന് അവിടെ ഒരു തെങ്ങ് എങ്ങനെയോ പിടികിട്ടി. നല്ല പൊക്കമുള്ള തെങ്ങ്. അതിൻ്റെ ഒരു 3/4 ഭാഗത്ത് തലയൊക്കെ അടിച്ച് അവിടെ കെട്ടിപ്പിടിച്ചിരുന്നു. ഇരുന്ന് ആ വെള്ളം നേരെ ഒഴുകി കിഴക്കുവശം കായലിൽ പോയി, കുറേ തിരിച്ചു വന്നു. ഇതെല്ലാം 2-3 മിനിറ്റിനുള്ളിലായി നടക്കുന്നത്. ആലോചിക്കാൻ പോലും സമയമില്ലാതെ അങ്ങനെ രക്ഷപ്പെട്ട ഇതാണ്. അത് നമ്മുടെ ആ ഭാഗങ്ങളിൽ 10-30 മേളിൽ മരണം നടന്നു ആ വില്ലയിൽ മൊത്തത്തിൽ. നമുക്ക് കേരളീയർക്ക് പൊതുവെ ഒരു ദുരന്തങ്ങളും സാധാരണ വരാത്തതാണ്, പ്രകൃതി ദുരന്തങ്ങൾ. മറ്റേ ആന്ധ്രയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം, പ്രളയം, ഇതുപോലെ കൊടുങ്കാറ്റ്, നമുക്കൊന്നും വന്നിട്ടില്ല. നമ്മുടെ ആദ്യത്തെ പ്രകൃതി ദുരന്തമാണ് നമുക്ക് സുനാമി. അയ്യോ, അപ്പൊ ആ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ആലോചിച്ചാല്, ആ കുഞ്ഞുങ്ങൾ ആ ഒരു വെപ്രാളത്തെ ആ മീനെല്ലാം പെറുക്കാൻ ഓടിയേച്ചേ, അതുങ്ങൾ അയ്യോ എനിക്കതൊന്നും ആലോചിക്കാൻ മേല. അതൊക്കെ ആലോചിച്ചാൽ നമ്മുടെ മനസ്സ് ഇന്നങ്ങ് വിഷമാവേ. അതിലും മേലെ ഞാൻ ഭക്ഷണം വിളമ്പട്ടെ. ചേട്ടാ, ഇത് ഇറച്ചിയാണേ, അല്ലാതെ വൃത്തിയില്ല. അതെ, കഴിക്കാം, അല്ലാതെ എന്നാ ചെയ്യാൻ നോക്കും. അല്ല, മഷ്റൂമിനും ഒരു ഇറച്ചിയാലിറ്റി ഉണ്ട്. ഇറച്ചിയാലിറ്റി ഉണ്ട്. ഏട്ടാ ഉണ്ട് ഇറച്ചിയാലിറ്റി. ഇത് എബ്രോഡ് ഉള്ള ഒരു കോണ്ടിനെന്റൽ സ്റ്റാർട്ടറാണ്, നമ്മുടെ നാട്ടിലുള്ളതല്ല, കുറച്ച് വെളി രാജ്യത്തുള്ള. മഷ്റൂം ഇങ്ങനെ ബട്ടർ കാരമലൈസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനം. പെപ്പർ മാത്രമേ ഉള്ളൂ ഇതിന്റെ എരിവ് എന്ന് പറയുന്നത്, വേറെ ഒന്നുമില്ല. ഇതിന്റെ കൂടെ ശരിക്കും പറഞ്ഞ ഒരു സ്റ്റാർട്ടർ അല്ലേ, ഒരു ജ്യൂസ്, ഒരു പാർട്ടി ഒക്കെ തുടങ്ങുമ്പോൾ ഫസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഇത് തന്നെയുള്ളൂ. മോക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെ മോൾ ചെയ്യും? ഞാൻ ഡാൻസ് ചെയ്യും, പാട്ട് പാടാറില്ല, പാടില്ല. അത് ചുമ്മാ ഞാൻ പാടിക്കുമെന്ന് വിചാരിച്ചിട്ട് സീരിയസ് ആയിട്ട് എനിക്ക് പേടിയാ, ഒട്ടും കോൺഫിഡൻസ് ഇല്ല. എനിക്ക് വേണ്ടി പാട്ട് പാടാമെന്ന് നേരത്തെ പറഞ്ഞു ചേട്ടൻ. മനസ്സിലായില്ല? പാടും
പിന്നെ ചേട്ടാ പാടണേ എൻ്റെ പാട്ട് കേട്ടിട്ടില്ല ഇതുവരെ. പ്ലീസ് ചേട്ടാ. ഞാനും കേട്ടിട്ടില്ല, എന്റെ പ്രേക്ഷകരും കേട്ടിട്ടില്ല. കേൾക്കാതിരിക്കുന്ന നല്ലത്. പ്ലീസ് ചേട്ടാ, ഞങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ. അയ്യോ, വേറെ എന്തും ഞാൻ ചെയ്യും പാടുക പാട്ടൊഴിച്ച്. കഷ്ടമുണ്ട്. മോള് കുഞ്ഞുനാളും വല്ല ഡാൻസ് എല്ലാം, ഭരതനാട്യം, മോഹിനിയാട്ടം? ക്ലാസിക്കലായിട്ട് 12th വരെ പഠിച്ചു. അതിനുശേഷം പിന്നെ സിനിമാറ്റിക്കിലൊക്കെ ചാടി. ഇപ്പം കൂടുതലും പെർഫോമൻസ് ചെയ്യുന്നത് സിനിമാറ്റിക് ആണ്. പിന്നെ വല്ല ക്ലാസിക്കലിന് ടച്ച് വിട്ടോ? ഇല്ല, വിട്ടിട്ടില്ല. ആറ്റുകാല് ചിലപ്പോഴൊക്കെ പ്രോഗ്രാം ചെയ്യാറുണ്ട് ദേവിയുടെ അടുത്ത്. ഗുരു ആരാ മോളെ? കുഞ്ഞമ്മയാണ്, എൻ്റെ അമ്മയുടെ സിസ്റ്ററാ. ശ്രീലത എന്നാണ് പേര്. കുഞ്ഞമ്മ ഡാൻസ് ടീച്ചറാണ്. അവിടെ എവിടെ ക്ലാസ്? കുഞ്ഞമ്മ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ചേട്ടാ, ചേട്ടന്റെ അഭിനയ രംഗത്തേക്ക്, അതെ നമ്മുടെ നാടകം വരെ എത്തി നമ്മള്, അത് കഴിഞ്ഞ് ചേട്ടൻ പറഞ്ഞു തന്നില്ല. അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പ്രൊഫഷണൽ നാടകത്തിൽ 97 കൊണ്ട് ഞാൻ നാടകം നിർത്തിയായിരുന്നു. 96 ഞാൻ അതുല്യ എന്ന് പറഞ്ഞ നാടക സമിതിയിൽ, ട്രിവാൻഡ്രത്തുള്ള അന്നത്തെ വലിയ സമിതിയാണ്, അതിൽ ഉണ്ണികൃഷ്ണൻ നടത്തുന്നത്. അപ്പോൾ അതിൽ ഒരു നാടകത്തിൻ്റെ ഉദ്ഘാടനത്തിന് രാജസേൻ സാർ വന്നായിരുന്നു. അദ്ദേഹം നാടകം കണ്ടിട്ട് അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിക്കാനൊരു അവസരം തന്നത് അദ്ദേഹമാണ്. അതിനെന്നും അദ്ദേഹത്തോട് നന്ദി ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന് പറഞ്ഞു. അത്ര വലിയ വേഷമല്ല എങ്കിൽ പോലും എനിക്കത് ഫസ്റ്റ് മൂവി ക്യാമറ അതിലാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ സീരിയൽ, അതിലൊക്കെ ഞാൻ അഭിനയിച്ചിരുന്നു. അപ്പൊ രാജസേൻ സാറാണ് ചേട്ടനെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ചേട്ടാ, ശരിക്കും ഇപ്പൊ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, അർജുൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ. അതിനകത്ത് നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു ഇറസ്പോൺസിബിൾ ഹസ്ബൻഡ്. പക്ഷെ വീട്ടിലെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു പക്ക റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. ഇതിവിടെ ക്യാരക്ടർ നോക്കുമ്പോൾ ഇതുപോലൊരു ഇറസ്പോൺസിബിൾ വേറെ ഒന്നുമില്ല. ശരിക്കും ആ ക്യാരക്ടറായിട്ട് എങ്ങനെയാ ചേട്ടാ അത്? ഇനി നമ്മുടെയൊക്കെ കുടുംബങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അർജുനന്മാർ ആരെങ്കിലുമൊക്കെ ഒരാൾ കാണും, അമ്മമാരോ നമ്മുടെ ചേട്ടന്മാരോ ആരെങ്കിലും ഒരു അർജുനൻ കാണും. അതായത് അവർ ഉത്തരവാദിത്തങ്ങൾ, ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും അവർ ഏറ്റെടുക്കത്തില്ല. ആയിരിക്കും, പക്ഷെ അവരുടെ കാര്യങ്ങളെല്ലാം നടക്കും. ഒന്നുകിൽ ബാക്കി ബന്ധുക്കൾ ചേർന്നോ അവന് ഇങ്ങനെ നടക്കുന്നവൻ, എന്നാ പിന്നെ അവൻ സഹായിച്ചാൽ എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കും. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. സത്യമായി പറയുന്നേ. ഇപ്പൊ ചേട്ടൻ ഈ ഒരു കമന്റ് പറഞ്ഞില്ലേ, ഇപ്പൊ ഞാനായാലും മോളായാലും നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരായപ്പോലും എല്ലാരും പെട്ടെന്ന് അവരവരുടെ ഫാമിലിയിൽ ഒന്ന് പെട്ടെന്ന് നോക്കും. ഉണ്ട്, അവരെപ്പോഴും സന്തോഷവാന്മാരാ. അവർക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. കാര്യങ്ങളൊക്കെ പിന്നെ ഇടയ്ക്ക് ചീത്ത വിളിയും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഇത് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. അവർക്കാർക്കും ഒരു കുഴപ്പമില്ല, ചീത്ത കിട്ടിയാലും അവർക്ക് കുഴപ്പമില്ല. പിന്നെ ഇവരാരും ദുഷ്ടബുദ്ധികളും ആയിരിക്കത്തില്ല. അന്യരെ ഒരാളെ ചതിക്കണമെന്നോ അങ്ങനെയുള്ള ചിന്താധികാരമായിരിക്കും. അപ്പോഴത്തെ കാര്യം നടക്കണം, ഏത് മാർഗത്തിലും അപ്പോഴത്തെ കാര്യം, അത്രയുള്ളവർക്ക് അത് മതി. ചേട്ടാ, ശരിക്കും ആ ക്യാരക്ടർ ഇത്രയും സക്സസ് ആക്കാൻ ശരിക്കും ചേട്ടൻ ആരെങ്കിലും അത്രയും അഡ്മയർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ, അതോ ഈ ലൈഫിൽ തന്നെ പലരെ മിങ്കിൾ ചെയ്തിട്ട് കണ്ടുപിടിച്ച ഹോംവർക്കിൽ ഇങ്ങനെ സോർട്ട് ചെയ്തെടുത്തതാണോ ഈ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ? അതെ, അത് നമ്മൾ അതെ തീർച്ചയായിട്ടും നമ്മൾ പലരെയും കാണുകയും പല ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ അതിനൊരു മാനറിസം കൊടുക്കുകയൊക്കെ ചെയ്തത്. അതല്ല, എൻ്റെ ഒരു സുഹൃത്ത് ഒരു കക്ഷിയുണ്ട്. ചിലരുടെ വ്യക്തിത്വങ്ങളുടെ പ്രത്യേകതയാണ് നമ്മൾ മനുഷ്യരായിട്ട് അടുക്കുമ്പോൾ. എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അപ്പോൾ പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന. അപ്പോൾ പുള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തിനും മൂളും. നമ്മളിപ്പോൾ ഒരുമിച്ചിരിക്കുക, ആനിയിപ്പോൾ കൂട്ടുകാരനാന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ ആനി ഞാൻ കൂട്ടുകാരനാണ്. അപ്പോൾ ആനി എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്നാന്ന് വെച്ചാൽ ചുമ്മാ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മതി. നമുക്ക് ഇന്ന് അവിടെ പോണ്ടായോ? ഇന്ന് പോണമല്ലോ. അപ്പൊ പിന്നെ ആ കല്യാണത്തിന് എങ്ങനെ പോകും? ആ കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല. അതന്നെ, അപ്പൊ പിന്നെ അവര് പിണങ്ങല്ലേ? അവര് പിണങ്ങും. അതാ ഞാൻ എന്ത് പറഞ്ഞാലും പുള്ളി അതിലേക്ക് പോവാ. അപ്പം നമ്മൾ പറയുന്നത് അത് ശരിയായില്ല, അതൊട്ടും ശരിയായില്ല എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കേ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കണമല്ലോ എന്ന് പറഞ്ഞ് എല്ലാത്തിനും ഫോളോ ചെയ്ത് വരുന്ന ഒരു കക്ഷിയാണ്. അതുപോലുള്ളൊരു ക്യാരക്ടറാണ് ഇത്. ഇപ്പൊ ചെയ്ത ഫിലിമിലും അങ്ങനത്തെ അല്ലല്ലോ, സീരിയസ് അല്ലേ കുറച്ച് ഞാൻ പക്കാ സീരിയസ് ആയിട്ട് കഴിഞ്ഞ വർഷം 2016 ആദ്യം കഥാന്തരം എന്ന് പറഞ്ഞിട്ട് കഥാന്തരം നെടുമുടി വേണിച്ചേട്ടൻ മെയിനായിട്ടിരുന്നു. അപ്പോൾ എനിക്ക് അതിനകത്തൊരു അദ്ദേഹത്തിൻ്റെ അളിയൻ വേഷമായിരുന്നു. എനിക്ക് അതിനകത്തൊരു പക്ക
പക്കാ സീരിയസ് വേഷമാണ്. അത് ത്രൂ ഔട്ടുള്ളതായിരുന്നു. പക്ഷെ പടം സാമ്പത്തികമായിട്ട് വിജയിച്ചില്ല. നല്ല ഞാൻ ഈ ചെയ്തുകൊണ്ടിരുന്ന കോമഡി സാധനമേ അല്ല. ആ സംവിധാനം KJ ബോസ് എന്ന് പറയും. അദ്ദേഹം ഞാനത് ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ അദ്ദേഹം എനിക്ക് ആ വേഷം തന്ന. മോള് പുതിയ പ്രോജക്ട്സ് ഏതൊക്കെയാ ചെയ്യാൻ പോകുന്നത്? ഇപ്പം റീസെന്റ് ആയത് വിശ്വവിഖ്യാതരായ പയ്യന്മാർ. ഇനിയിപ്പം റീസെന്റ് ഇപ്പം 15-ാം തീയതി ഷൂട്ട് കഴിഞ്ഞതേ ഉള്ളൂ. പ്രേമസൂത്രം എന്ന് പറഞ്ഞ ജിജു അശോകൻ സാറിന്റെ മൂവിയാണ്. അതിലും ഒരു രസകരമായ ഒരു ക്യാരക്ടറാണ്. നെഗറ്റീവ് അല്ല. സീരിയൽസ് മാത്രം നെഗറ്റീവ് ചെയ്തു, അപ്പം അതിലെല്ലാം പോസിറ്റീവ് അതെ, വേറൊരു ഡെപ്തിലുള്ള ക്യാരക്ടേഴ്സാ കിട്ടുന്നത്. ഒന്നീ ഒരു കുശുംബി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അത് നല്ലതല്ലേ ചേട്ടാ? ആസ് എൻ ആക്ട്രസ് പല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നില്ലേ? അത് നല്ലൊരു കാര്യം, ഒരു ഭാഗ്യമാ മോളെ. എല്ലാരും പറയുന്നത് നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് കാറ്റഗറൈസ്ഡ് ആയി പോകുന്നു. പക്ഷെ മോളെ സംബന്ധിച്ച് നോക്കൂ, മോക്ക് പോസിറ്റീവും മറ്റേ നെഗറ്റീവ് റോൾസും എല്ലാം കിട്ടുന്നുണ്ട്. എനിക്കൊരു ഭാഗ്യാട്ടോ. എന്തായാലും ചേട്ടാ, ഐ എം സോ താങ്ക്ഫുൾ ഇവിടെ വന്ന് ഇത്രയും നേരം ഞങ്ങളോട് ഒത്തിരി വർത്താനം പറഞ്ഞു. ചേട്ടന്റെ കുറേ വിശേഷങ്ങൾ കേട്ടു. എനിവേ, താങ്ക് യു വെരി മച്ച് ചേട്ടാ. നമ്മുടെ പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കി, ഇന്ന് ഇപ്പൊ നമുക്കൊരു പുതിയ റെസിപ്പി കിട്ടി. അത് ചേട്ടൻ പോകുന്നതിന് മുന്നേ വേറൊരു റെസിപ്പി, അതായത് വള്ളക്കാരുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയും കൂടെ എനിക്ക് പറഞ്ഞു തന്നിട്ട് പോവാന്ന് പറഞ്ഞു. നമ്മളിനി എത്ര എബ്രോഡിലെ കോണ്ടിനെൻ്റൽ ആയാലും ഇറ്റാലിയൻ ആയാലും എന്നാ ഭക്ഷണം ഉണ്ടാക്കിയാലും നമ്മുടെ മലയാളികൾക്ക് നാവിന് രുചി വരുന്ന ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലേ?